ഹലോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലർ ഇങ്ങോട്ട് തോണ്ടി വന്നത്. അത് അല്ലാതെ ആയിരിക്കാം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങൾ ആർക്കും റെക്കമെൻഡ് ചെയ്ത് വരത്തില്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം പോഡ്കാസ്റ്റ് വേണേൽ പറയാം. അതിന് സാധാരണ സംഭാഷണമാണ്, വേറെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. എനിക്ക് ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ നമ്മൾ ഒരു ചെറിയ ഡൗട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ മറ്റൊരു ട്രാൻസ്ജെൻഡറിനെ തേടിപ്പോകുന്നത് എന്തിനാണ്? ഓൾറെഡി അവർക്ക് ആണുങ്ങൾ ട്രാൻസ്ജെൻഡറാണ്. അതിൽ അങ്ങനല്ല, ആണുങ്ങൾ ചിലർ ട്രാൻസ്ജെൻഡർ ആണല്ലോ. അപ്പോൾ അവർക്ക് ഓൾറെഡി പെണ്ണുങ്ങളുടെ മനസ്സും ആണുങ്ങളുടെ ശരീരവും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ എന്തിനും മറ്റുള്ളവരെ തേടിപ്പോകണം? ഓൾറെഡി ആണിൻ്റെ ശരീരത്തിൽ പെണ്ണിൻ്റെ മനസ്സാകുമ്പം, പക്ഷെ ലിംഗം അവർക്ക് വേണ്ടത് ആണിൻ്റെ ലിംഗമാണ്. അപ്പോൾ ആണിൻ്റെ ലിംഗവും കൊണ്ട് പെണ്ണിൻ്റെ മനസ്സുമാണ്. അപ്പം മറ്റൊരാളെ തേടി പോകുന്നത് എന്തിനാണ്? അതേസമയം ഞാനൊരാണെന്ന് എനിക്ക് പെണ്ണുങ്ങളോടാണ് താല്പര്യം, അതേപോലെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആണുങ്ങളോടാണ് താല്പര്യം. അപ്പം നമുക്ക് വേണ്ടത് പുസി, അതേപോലെ മറ്റേ പെണ്ണുങ്ങൾക്ക് വേണ്ടത് പീനസ്, അങ്ങനെ ഉള്ള കാര്യത്തിൽ. പക്ഷേ ഇവർ മാത്രം എന്താ ഇങ്ങനെ ആക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വന്നായിരുന്നു, സംഭവമെല്ലാം മറന്നുപോയി. ഇപ്പം പുറയിലല്ല ഓൾറെഡി ദൈവം ഇവർക്ക് അറിഞ്ഞ് ആണുങ്ങൾ പോട്ടെ, പെണ്ണുങ്ങൾ ട്രാൻസ്ജെൻഡർ ആണല്ലോ. ഓൾറെഡി പെണ്ണുങ്ങൾ ട്രാൻസ്ജെൻഡർ ആകുമ്പം അവർക്ക് ഓൾറെഡി പെണ്ണുങ്ങളുടെ ശരീരവും ആണുങ്ങളുടെ മനസ്സുമായിരിക്കും. അപ്പോൾ ആണുങ്ങളുടെ മനസ്സാകുമ്പം പെണ്ണുങ്ങളുടെ ശരീരം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, മറ്റൊരാളെ ഇതാക്കണം? ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇതെല്ലാം നിങ്ങൾ ഒരു ജസ്റ്റ് ഇതായിട്ട് മാത്രം എടുക്കുക. ഇതെല്ലാം എൻ്റേതായ കുറച്ച് ന്യായങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം അഥവാ പറയുന്നത് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്താ വേറെ പറയാ, കേസ് കാര്യങ്ങളൊന്നും ആവത്തില്ലായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെ കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ, വേറെ കണ്ടൻറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പൈസ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ആണെങ്കിൽ ക്ഷമിക്കുക. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ ഇപ്പം കുറച്ച് ശത്രുക്കളുണ്ട്. 10 ഉള്ളിൽ എനിക്ക് തന്നെ ശത്രുക്കളുണ്ട്. നമ്മുടെയൊക്കെ ഈ ഉള്ളിലുള്ള ഈ ഒരു മൈൻഡ് മാറണം. നമ്മൾ കുറച്ച് അടിപിടി ഉണ്ടായതിൻ്റെ, എവിടെയെങ്കിലും പോയി വള്ളി ഉണ്ടാക്കിയതിൻ്റെ, പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ശത്രുത കാണിച്ച ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് ശത്രുത വെക്കുക. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു അഴുക്ക് ഔരയോ അത് ഇങ്ങനെ വേരോടെ അങ്ങനെ പറിച്ച് കളയാമെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങളും, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഈ ഭൂമിയിൽ ഡോട്ട് പോലൊരു ഭൂമിയിൽ ഇങ്ങനെ ഇത്രയും കാലം, കുറച്ച് കാലം മാത്രം ജീവിച്ചിരിക്കുന്ന പ്രായം ഇതൊന്നുമല്ല. നമ്മൾ എപ്പോൾ വേണമെങ്കിലും മരിച്ചു. അപ്പം മറ്റുള്ളവരോട് കാര്യങ്ങൾ വെക്കാണ്ട് ഒക്കെ ഇരിക്കുക, അതൊക്കെ മറന്ന് ക്ഷമിക്കുക. നമ്മുടെ ഉള്ളിലെ വൃത്തികെട്ട, ഓൾറെഡി ചിലർക്ക് മതം അവരുടെ 2026 BC 96 പണ്ടുകാരാണ്ട് പറഞ്ഞ കുറേ കഥകൾ മാത്രം, അല്ലെ ബുക്കുകളിനകത്ത് എഴുതി വെച്ചേക്കുന്ന കഥകൾ മാത്രം വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അതായത് പണ്ട് പല മതങ്ങളിലും ഓരോ ബുക്കുകൾ എഴുതി വെച്ചേക്കുന്നത് അതിപ്പോഴും വിശ്വസിച്ച് അതും പാടി നടക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതെല്ലാം സത്യമായിരിക്കും. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൂടെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കണം, അത് വിശ്വസിക്കണം. അതുകൂടാതെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതേപോലെ അത് ചിന്തിച്ച് മനസ്സിലാക്കുക. പിന്നെ മറ്റോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അത് എങ്ങനെ നമ്മളെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അടി കൂടാനും ഈ പറഞ്ഞ ജാതിയും മത രാഷ്ട്രീയം വെച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അടിയും പിടിയും ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെയുള്ള ഒരു ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇങ്ങനെ ഐഡിയ കാര്യങ്ങളുള്ളവരൊക്കെ, ഇങ്ങനെയുള്ള ഡൗട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് സംസാരിക്കാൻ. മറ്റേത് ബുക്ക് കാര്യങ്ങൾ എഴുതി വെച്ച് അത് മാത്രം കേട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞ കഥകളും പിന്നെ ഈ പറഞ്ഞ ബുക്കുകൾ മാത്രം എഴുതി വെച്ചേക്കുന്നത് വിശ്വസിച്ച് നമ്മളോട് ഇങ്ങനെ വേറെ കുറേയൊക്കെ ചിന്തിക്കുകയും. ഓക്കെ, അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പം ശരിയെന്നാ, വേറെ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം വിട്ടുപോയി, അതാണ് മെയിൻ കാരണം. അപ്പോൾ ശരിയെന്നാ ഗൈസ്.